ഹലോ ഗൈസ്, വെൽക്കം ടു എ ഗെറ്റ് റെഡി വിത്ത് അസ്. ഞാനും ജാനിക്കുട്ടി ഒരുമിച്ച് ഒരുങ്ങുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഓഡിയോ കാണും. കാരണം കുഞ്ഞ് എങ്ങനെ ഒരുങ്ങിയെന്ന് കുഞ്ഞിന് പറയാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ ഞാൻ കുളിച്ചതിന് ശേഷമാണ് ജാനിക്കുട്ടിയെ ഉണർത്തി റെഡിയാക്കാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എപ്പോഴും നാച്ചുറൽ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒന്ന് ഒരുങ്ങാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിനുള്ള ഒരു പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ റിംഗ് ലൈറ്റ് വെച്ച് ഒരുങ്ങിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇത് കുറച്ച് ഓവറല്ലേ എന്ന്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ റെഡി ആവാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അധികം മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചധികം സൺസ്ക്രീൻ അങ്ങോട്ട് ഇടുക. സൺസ്ക്രീൻ മെയിനാണ്. എന്തൊരു പൊരി വെയിലാണ്. തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു വഴിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ലിപ് ബാം ഇട്ടു, കണ്ണെഴുതി, ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സാധാരണ എപ്പോഴത്തെയും ഗെറ്റ് റെഡി പോലെ തന്നെ എൻ്റെ ഡപ്പയിലെ സാധനങ്ങളൊക്കെ ഓരോരുത്തർ പെറുക്കിക്കൊണ്ട് ഇവിടെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ അതെല്ലാം പിടിച്ച് മേടിച്ച് കുറച്ച് വെക്കും. പിന്നെ ഞാൻ വിചാരിക്കും അത് അങ്ങനെ തന്നെ നടക്കുകയാണെങ്കിൽ എനിക്ക് ഒരുങ്ങാനുള്ള സാവകാശവും സമയവും കിട്ടും. കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു വീഡിയോയിൽ മുടി അഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുടി അഴിച്ചിട്ടുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലും അമ്പലത്തിൽ പോയതുകൊണ്ടും ജാനിക്കുട്ടി എൻ്റെ കൈ തന്നെ ആയതുകൊണ്ടും മുടി കെട്ടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് ഞാൻ റെഡി ആക്കിയിട്ട് ഇനി നമുക്ക് പയ്യെ ജാനിക്കുട്ടിയെ ഒരുക്കണം. ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മുടി കെട്ടിക്കൊടുത്താൽ മതി. ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ജാനിക്കുട്ടിക്ക് ഒരു സൈഡ് കെട്ടിക്കൊടുക്കും, മറ്റേ സൈഡ് അയച്ചുകളെ. അങ്ങനെ 1/4 മണിക്കൂർ കൊണ്ടിട്ടും പിന്നെ ശ്രദ്ധയൊക്കെ മാറ്റിയൊക്കെയാണ് ഒരു വിധത്തിൽ ഈ പരുവത്തിൽ ഒരുക്കി ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ജേർണി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ